ഹല്ലേലൂയ. ഇവിടെ അതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. നമ്മുടെ തിയോളജിക്കൽ ഒരു ടേം ഉണ്ട്, ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഒരാൾ ദൈവമാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൈവം എങ്ങനെയായിരിക്കണം? The God should be omniscient. Hallelujah. Our God is the omniscient God, and that means our God knows everything as it is. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? ദൈവ സർവജ്ഞാനിയായിരിക്കുന്നു. സ്തോത്രം. ഒരാമേൻ പറയാൻ പറ്റുമോ? ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന എന്റെ അപ്പനായ എന്റെ സ്വർഗസ്ഥ പിതാവായിരിക്കുന്ന ദൈവം, അവൻ സർവജ്ഞാനിയാണ്. അവന്റെ കണ്ണിന് മുന്നിൽ ഒന്നും മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഞാൻ കിടക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ നടക്കുന്നതും എന്റെ കർത്താവ് അറിയുന്നു. God, hallelujah. ഇപ്പോൾ ആമേൻ, സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ ഉണ്ട്, എന്റെ മോളുണ്ട്. ഇവിടുന്ന് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ആരോടാണ് കൂട്ടുകൂടുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണ് സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്റെ സ്വർഗത്തിലെ അപ്പനുണ്ടല്ലോ, നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനുണ്ടല്ലോ, നമ്മുടെ ഓരോ ചിന്തകളെയും നിരൂപണങ്ങളെയും ഒരു സാറ്റലൈറ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഏകദേശം ആമേൻ, സ്തോത്രം, ഏകദേശം അനേക 2500-3000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സ്വർഗം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം എന്റെ അനുജൻ എനിക്കൊരു ഫോട്ടോ അയച്ചത് അയർലൻഡിൽ നിന്ന്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വീട്, എന്റെ പപ്പ അവിടെ നിൽക്കുന്നത് കാണാം. എങ്ങനെയാണ്? ആമേൻ. അതിപ്പോഴാണ് ഉണ്ടായ ഈ ടെക്നോളജി. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15-20 വർഷം മുമ്പ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. ഞാൻ പറയട്ടെ, അതിനു മുൻപ് തന്നെ എന്റെ കർത്താവിന് നമ്മളെ കുറിച്ചും ഈ പ്രപഞ്ചത്തെ കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കോണുകളെ കുറിച്ചും നമ്മുടെ ഭവനത്തിന്റെ ഓരോ മുറികളെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ച്, നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെ കുറിച്ച്, നമ്മൾ ആമേൻ, സ്തോത്രം, കിടക്കയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും കർത്താവിന് അറിയാം. Praise God. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനത്തിന്റെ 36-4 വായിച്ചേ. അവൻ തന്റെ കിടക്കമേൽ ആമേൻ, സ്തോത്രം. വചനത്തിൽ എഴുതിയിരിക്കുക, കിടക്കമേൽ കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിന്തകൾ വരുന്നത്. ചിലര് പ്രാർത്ഥിച്ചൊക്കെ നല്ല കാര്യങ്ങളെ കുറിച്ച്, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട്, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടക്കുമ്പോൾ, ചിലർക്ക് രാത്രിയിൽ കിടക്കയിൽ കിടന്ന ഉറക്കം വരത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഹല്ലേലൂയ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. വീടിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, മക്കളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, സഭയുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, കുടുംബത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, ജോലിയുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും, ഭാവിയുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ പോലും നമ്മുടെ കർത്താവിന് അറിയാം. പ്രൈസ് ഗോഡ്. നമ്മൾ രാത്രി സ്വസ്ഥമായി പ്രാർത്ഥിച്ചിട്ട് കിടക്കേണ്ട നാം കിടക്കയിൽ കിടന്നുകൊണ്ട് ആമേൻ, സ്തോത്രം, ചിന്തിക്കുന്ന ചിന്തകൾ പോലും കർത്താവ് വിവേചിച്ചിട്ട് പറയുകയാണ്, നീ നടക്കുന്നതും നീ കിടക്കുന്നതും ആമേൻ, സ്തോത്രം, നീ പോകുന്നതും നീ വരുന്നതും എല്ലാം ദൈവത്തിന് അറിയാം. ഇത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. So we have to be careful. Praise the Lord. അത്രമാത്രം മോണിറ്ററിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ, ഈ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവന്റെ സന്നിധിയിൽ എത്ര കൃത്യതയോടെ നമ്മൾ ജീവിക്കണം. Praise God. അപ്പോ ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? സർവജ്ഞാനിയാണ്. എന്റെ കർത്താവ് അറിയാത്ത ഒരു കാര്യം പോലുമില്ല. ഹല്ലേലൂയ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും എന്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് നമുക്ക് കാണാനായിട്ട് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്താണ്? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? താഴോട്ട് വായിച്ചോ. Yes. Yes. Yes.
Yes. നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. Yes. ഇരുട്ടെന്നെ മൂടിക്കളയും. മതി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു സ്ഥലത്തും പോയി ഒളിച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ആരാധിക്കുന്നത് ഒരു ദൈവമാകണമെങ്കിൽ ആ ദൈവം ആരായിരിക്കണം എന്നറിയാമോ? He should be omnipresent. Praise the Lord. Omnipresent എന്നുള്ള വാക്കിന്റെ അർത്ഥം God is everywhere. ഇവിടെ നമ്മൾ എവിടെയൊക്കെ വായിച്ചത്? ഞാൻ പാതാളത്തിൽ പോയാൽ നീ പാതാളത്തിലുണ്ട്. നിന്റെ കണ്ണിന് എവിടെ പോയാൽ ഞാൻ ഒളിച്ചാലും എനിക്ക് ഒളിച്ചിരിക്കാനായിട്ട് കഴിയത്തില്ല. ആമേൻ സ്തോത്രം. ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഈ യൂണിവേഴ്സിൽ എവിടെയൊക്കെ ഞാൻ പോയി ഒളിക്കാൻ നോക്കിയാലും നിന്റെ പ്രസൻസ് അവിടെയുണ്ട്. Our God is the omnipresent God. Praise the Lord. He's our സർവ്വവ്യാപിയായ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ള വീട്ടിൽ അത്ഭുതം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ വിടുതൽ നടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐസിയുവിന്റെ അകത്ത് രോഗസൗഖ്യം നടക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷിക്കാൻ കഴിയാത്ത കാരാഗ്രഹങ്ങൾക്കകത്ത് വിടുതൽ സംഭവിക്കുന്നത് അവൻ ഓംനിപ്രസന്റ് ആയതുകൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? നമ്മുടെ അപ്പൻ ആരാണെന്നറിയാമോ? ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ അവിടെ എങ്ങനെ സംഭവിക്കുന്നല്ല. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഓഫീസിനകത്ത് നിന്റെ അധികാരികളുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് വേണ്ടി നന്മയുടെ വഴികളെ തുറക്കുവാൻ ദൈവത്തിന് അവിടെ കഴിയും. അവിടെ ഇരിക്കുന്ന നീ ഏത് ലാംഗ്വേജിൽ പ്രാർത്ഥിച്ചാലും, ഏത് ടൈമിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, ഏത് സോണിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം അവിടെ യേശു ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ലെറ്ററും കൊണ്ട് ആരും കൊടുക്കാനില്ലെങ്കിലും, ഒരു ഫോണിൽ നിന്ന് മെസ്സേജ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും, ഒരു സ്ഥലത്ത് നെറ്റ്വർക്ക് ഇല്ലെങ്കിലും, ഞാൻ നിങ്ങളോട് പറയട്ടെ ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്ന ഇടത്ത് നിന്റെ കർത്താവ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, അവന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ലെന്ന് മാത്രം ഇന്ന് പകലൊന്ന് സമ്മതിക്കണം ഞാൻ. ഹല്ലേലൂയ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഉഷസ്സിന്റെ ചിറക് വിരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. പ്രൈസ് ഗോഡ്. നിന്നെ നടത്താൻ സമുദ്രത്തിന്റെ അറ്റത്തും ദൈവത്തിന് കഴിയും. അവിടെയും നിന്നെ പരിപാലിക്കാൻ. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പാടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. യഹോവ ജൈറ മൈ പ്രൊവൈഡർ പാടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നീ എവിടെ ഇരുന്നാലും ഹി ഈസ് ദ പ്രൊവൈഡർ. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ ദൈവം തമ്പുരാനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം തമ്പുരാൻ പറന്നു വരുന്ന ആമേ സ്തോത്രം ഒരു റാമന്റെ ഹല്ലേലൂയ സ്തോത്രം ഒരു പക്ഷിയുടെ രൂപത്തിലാണെങ്കിൽ നിന്റെ ആഗ്രഹം, നിന്റെ ആവശ്യമായിട്ട്, നിന്റെ ആഹാരവുമായിട്ട് നിന്റെ അടുത്തെത്തും. അവന്റെ വഴികൾ അഗോചരമാണ്. ദൈവത്തിന്റെ പദ്ധതികൾ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ദൈവത്തിന്റെ വഴികൾ മനുഷ്യന്റെ ചിന്തകൾക്ക് മീതെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ചിന്തകളും അവന്റെ വഴികളും അവന്റെ പ്ലാനുകളും നമ്മുടെ ചിന്തകളിലും നമ്മുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. Because he is God. അവൻ ദൈവമായതുകൊണ്ട്. Praise the Lord. മൂന്നാമത്തെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് എന്റെ കാതലായ മെസ്സേജിലേക്ക് ഞാൻ കടക്കുവാനായി താല്പര്യപ്പെടുന്നു. സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഭാഗം എങ്ങനെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ നമുക്ക് 13 മുതലുള്ള വാക്യങ്ങൾ താഴോട്ടൊന്ന് വായിച്ചാട്ടെ. Yes. Yes. നിന്റെ പ്രവൃത്തികൾ അത്ഭുതമാകുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ് ആണ് our God is the omnipotent God. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവ സർവജ്ഞാനിയാണ്. ദൈവ സർവവ്യാപിയാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവ സർവശക്തനാണ് എന്ന് പറയാമോ? ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്.
എന്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം സർവശക്തനാണെന്ന് വിശ്വാസത്തോടെ ഒന്ന് ഉറച്ചു പറയുവാൻ കഴിയുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചതുപോലെ, യോർദാനെ വിഭാഗിച്ചതുപോലെ, മരുഭൂമിയിൽ ഹല്ലേലൂയ നീരുറവകളെ തുറന്നതുപോലെ സർവശക്തനാണെന്ന് വിശ്വാസത്തോടെ ഏറ്റു പറയാൻ കഴിഞ്ഞാൽ, ആ സർവശക്തി നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജോലിയിൽ, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ കുഞ്ഞുങ്ങളിൽ അവന്റെ ശക്തി വെളിപ്പെട്ടു വരും. Praise the Lord. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയെ കുറിച്ചാണ് ഇന്ന് പകൽ ഇവിടെ പ്രസ്താവിക്കുന്നത്. അത് ആർക്ക് വേണ്ടിയാണ് ഈ സർവശക്തന്റെ ശക്തി വെളിപ്പെട്ട് വരുന്നതെന്ന് അറിയാമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പറഞ്ഞു മടങ്ങി പോകാനല്ല. എന്റെ ദൈവം സർവശക്തനാണ്, എന്റെ ദൈവം സർവശക്തനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്തവനാണ്. ഇന്നലകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, ഇന്നലകളിൽ രോഗങ്ങളെ സൗഖ്യമാക്കിയവൻ, ഇന്നലകളിൽ വഴികളെ തുറന്നവൻ, ഇന്നലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി മന്ന പൊഴിച്ചു കൊടുത്തവൻ, ഇന്നും അത് കൊടുക്കുവാൻ ശക്തനായ ദൈവമാണ്. Praise God. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഇത് എഴുതിയ ദാവീദിനെ ഞാനൊന്ന് ഓർത്തു പോവുക. എത്രമാത്രം ഞാൻ ആദ്യം ഒരു കാര്യം ഓർപ്പിച്ചു, ദാവീദ് എത്രത്തോളം ദൈവത്തെ മനസ്സിലാക്കി. ഈ തിരിച്ചറിവ് ഇന്ന് പകുതി നമുക്കുണ്ടോ? ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? അവൻ സർവശക്തനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? ഇന്ന് പകലിൽ നമുക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ദാവീദിനെ കൊണ്ട് ഇത് എഴുതിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? ഈ 2026 ആമേൻ സ്തോത്രം ജനുവരി മാസം 18-ാം തീയതി ആമേൻ IPC ഹാർവസ്റ്റ് ചർച്ചിൽ ഇരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇത് എഴുതിച്ചത്. ഇന്ന് പകലിൽ എന്നെ കൊണ്ട് ഇത് പ്രസംഗിപ്പിക്കുന്നതാണ്. ഞങ്ങളൊരു കാര്യം പറയാം. 2-3 ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചാണ് അധികവും, 100% ഞാൻ പറയുന്നില്ല, അധികവും 3-4 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മനനം ചെയ്ത് ദൈവം ഏൽപ്പിക്കുന്ന ദൂതുകൾ അതത് സമയത്ത് ഒറ്റയിരിപ്പിൽ എഴുതി തീർത്ത പോയിന്റുകളല്ല ഇത്. അത് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതത് സമയങ്ങളിൽ, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴായിരിക്കും, പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും, ആ പോയിന്റ് പിന്നീട് ഒരിക്കലും ഓർമ്മയിൽ കിട്ടത്തില്ല. ഞാൻ അന്നേരം അത് പെട്ടെന്ന് ഒരു മെസ്സേജ് ആക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ ആരുടെയെങ്കിലും ഒരു മൊബൈലിലേക്ക് അയക്കും, മറന്നു പോകാതിരിക്കാൻ. ദൈവത്തിന്റെ ആലോചനകൾ പിശാച് മറിച്ചു കളയും. ചിലപ്പോൾ കിട്ടുന്ന ചില തോട്ട്സ് ഉണ്ടല്ലോ, ചിലപ്പോൾ കിട്ടുന്ന ചില റെവലേഷൻസ് ഉണ്ടല്ലോ, ഒരു ഫ്ലാഷ് പോലെ കടന്നു പോകുന്നത്. ആ മൊമെന്റിൽ അത് ചിലപ്പോൾ അന്ന് കടന്നു പോയിട്ട് പിന്നെ ഓർക്കാന്ന് പറഞ്ഞാൽ ജന്മത്തിന് ഓർമ്മ കിട്ടത്തില്ല. Praise God. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും എനിക്കിവിടെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. എന്റെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം ഒരു കോണിലായി പോയെന്ന് ചിന്തിച്ചാൽ ഞാൻ പറയട്ടെ, ആ കോണിലും ആ കെരീത്ത് തോടിന്റെ ആ ചുരൽ ചെടിയുടെ അടിയിലും നിന്നെ പോറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി മന്ന പൊഴിച്ചു തരുവാൻ, ആ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി കാടപ്പക്ഷി ഒരുക്കി തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ കൽപ്പിച്ചാൽ നിന്റെ വീട്ടുമുറ്റത്ത് നിന്റെ ആഹാരം വരും. Praise God. അവൻ കൽപ്പിച്ചാൽ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്റെ വാതിലിന്റെ സ്തോത്രം ആ പടിയിൽ തട്ടും. നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് നിനക്ക് ആഹാരം തരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലേ, നമ്മൾ ചിലപ്പോൾ നിരാശപ്പെട്ട് കിടന്നുറങ്ങുമ്പോൾ, ചിലപ്പോൾ പരീക്ഷയിൽ തോറ്റിട്ടായിരിക്കാം, ചിലപ്പോൾ ഇന്റർവ്യൂവിന് പോയിട്ട് പരാജയപ്പെട്ട് വന്ന് കിടക്കുമ്പോഴായിരിക്കാം, എനിക്കൊന്നും വേണ്ടമ്മച്ചി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം വാതിലടച്ചിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം വാതിലിൽ ഒരു മുട്ടയേക്കും. ഹല്ലേലൂയ മോളെ, നീ എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കുക. ആമേൻ സ്തോത്രം. ആ സ്നേഹ സമൃദ്ധമായ ആമേൻ സ്തോത്രം ആ വിളി കേട്ട് കഴിയുമ്പോൾ തളർന്നിരിക്കുന്ന ഒരു കുഞ്ഞ്, തളർന്നിരിക്കുന്ന ഒരു പൈതൽ അവൻ എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കുന്നത് പോലെ നിന്റെ നിരാശയിൽ, നിന്റെ വേദനയിൽ, നിന്റെ കണ്ണുനീരിൽ, നിന്റെ പരാജയത്തിൽ ഹല്ലേലൂയ സ്തോത്രം നിന്നെ എഴുന്നേൽപ്പിച്ച് ധൈര്യപ്പെടുത്തി ആമേൻ സ്തോത്രം നിന്നെ ആഹാരം തന്ന് മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവമുണ്ട്. യേശു
യേശുവിന്റെ നാമത്തിൽ. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഹല്ലേലൂയ സ്തോത്രം. ആ മെയിൻ പോയിന്റുകൾ ഒന്നും കൂടി ഓർമ്മിച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ഹല്ലേലൂയ, our God is the omniscient God. അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. അവൻ സർവവ്യാപിയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അത് ഗ്രഹിക്കേണ്ടതുപോലെ നമ്മളൊന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറും കേട്ടോ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ചിന്താഗതികളെയും ഈ തിരിച്ചറിവിന് മാറ്റിമറിക്കാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് അതിനുശേഷം 23 24 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. സ്തോത്രം. അത് മതി. അത് ആരെങ്കിലും സഹോദരിമാരോ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ചോട്ടെ. Search me, O God, and know my heart. Try me and know my anxieties. Hallelujah. ദൈവമേ, നീ ഒന്ന് ശോധന ചെയ്ത് എന്റെ മനസ്സിനെ ഒന്ന് സ്റ്റഡി ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. ഫ്രീ ചെക്കപ്പ് ഉണ്ട്, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു ആനുവൽ ചെക്കപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പൊ നമ്മളൊക്കെ പോയിട്ട് പറയുകയാണ്, വർഷത്തിലൊരിക്കൽ എന്നെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്യണം. എന്തിനാ? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലപ്പോൾ ഈ ചെക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയുവാറ്. അപ്പൊ ഇവിടെ ഈ മനസ്സിനെ ചെക്കപ്പ് ചെയ്യുന്ന മെഷീനൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഹാർട്ടിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹാർട്ടിനെ എന്ത് ചെയ്യാം? എന്റെ മൈൻഡിനെ ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് ദാവീദ് പറയുക, ദൈവമേ നീ എന്റെ മൈൻഡിനെ എന്ത് ചെയ്യണം? നിന്റെ മൈൻഡിനെ നീ ഒന്ന് സ്കാൻ ചെയ്യണം. എന്തൊരു പറച്ചിലല്ലേ! ശരിക്കും നമ്മുടെ മൈൻഡിനെ ഒന്ന്, നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിന്റെ ഒരു റിപ്പോർട്ട് ഈ സ്ക്രീനിൽ ഇവിടെ പ്രദർശിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഞാൻ ജനുവനായിട്ട് ചോദിക്കുക, നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കൂ അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ അതിനുള്ളൊരു ഫെസിലിറ്റി കിട്ടിയെന്ന് വിചാരിക്കട്ടെ? പാസ്റ്റർ, ധൈര്യമായിട്ട് എന്റെ ചിന്താഗതികൾ മുഴുവനും ഈ സ്ക്രീനെ പ്രദർശിപ്പിച്ചോളാൻ പറയാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല, തീർന്നു. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, നീ എന്നെ ഒന്ന് സ്കാൻ ചെയ്തിട്ട്, എന്റെ മൈൻഡിനെ, എന്റെ ചിന്താഗതികൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് എന്നിൽ എന്തെങ്കിലും ദോഷത്തിനുള്ള മാർഗമുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരണം. ഞാൻ പോയി ട്രീറ്റ്മെന്റ് എടുത്തോളാം. ഇന്ന് തന്നെ ഞാൻ മണിപ്പാലിൽ പോക്കോളാം. മണിപ്പാലിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആസ്ട്രയിൽ പോക്കോളാം. ആസ്ട്ര നല്ല ഹോസ്പിറ്റലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയണം. ഇത് പറയാനായിട്ടുള്ള മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ആത്മീയ ജീവിതം രക്ഷപ്പെട്ടു. നമ്മുടെ ഭൗതിക ജീവിതം രക്ഷപ്പെട്ടു. ദോഷത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ഇതെന്നെ നാശത്തിലോട്ടാണ് നടത്തുന്നത്. എല്ലാത്തിന്റെ ആരംഭം എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ചിന്തയിലാണ് ഏറ്റവും നമ്മുടെ മനസ്സിലെ സകലതും ആരംഭിക്കുന്നത്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ആമേസ്തോത്രം മനസ്സിലെടുത്തതിന് ശേഷം ആമേസ്തോത്രം നമ്മൾ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലേ? ഒരു ദിവസം പെട്ടെന്നൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതുമായിരിക്കും എൻ്റെ വായിൽ നിന്ന് തന്നെ. ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല ഹവ്വ പഴം പറിച്ചു തിന്നത്. കുറേ ദിവസത്തെ നോക്കി പ്ലാൻ ചെയ്ത് ആമേസ്തോത്രം ഒരു വടംവലി മനസ്സിനകത്ത് നടക്കുക. കുറച്ച് ദിവസമായിട്ട് ഇത് പിശാച് നന്നായിട്ട് മനസ്സിലാക്കി. വേണോ വേണ്ടയോ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു സപ്പോർട്ട് മതി. അന്ന് അല്പസമയം ഞാൻ ചിന്തിക്കുക, ദൈവത്തോടൊന്ന് ആലോചന ചോദിച്ചിരുന്നെങ്കിൽ, അവ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ
എന്റെ ചിന്ത ശരിയാണോ എന്ന് ചോദിച്ച് അവൻ കണ്ടു, മോഹിച്ചു, അവന് പറിച്ചു കഴിച്ചു. കൺമോഹം, യോഹന്നാന്റെ ലേഖനത്തിൽ കാണാൻ, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ എല്ലാം നമ്പർ 1 എന്താണെന്ന് അറിയാമോ? കൺമോഹം. പ്രൈസ് ഗോഡ്. അപ്പൊ പറയാണ്, എന്നെ ഒന്ന് ശോധന ചെയ്യണമേ ദൈവമേ. അപ്പോ അത് പറയാൻ ദാവീദിന് കാരണമുണ്ട്. ദാവീദ് ശരിക്കും സ്റ്റഡി ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദൈവം ദൂരത്ത് നിന്ന്, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ പ്രാരംഭ ഭാഗത്തന്നെ വായിച്ച്, അവൻ ദൂരത്ത് നിന്ന് എന്റെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവമാണ്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തില് ദൈവം മനുഷ്യന്റെ ചിന്തകളെ അറിഞ്ഞ് നമ്മളോട് ഇടപെടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കൊരു വിടുതൽ. മത്തായിയുടെ സുവിശേഷം 2:12 വായിച്ചേ. അവരുടെ പോകുന്ന വഴി അപകടത്തിന്റെ വഴിയാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞു. അവരുടെ പേര് വൈസ്മാൻ എന്നും വിദ്വാൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഹെറോദിന്റെ ഹൃദയത്തിനകത്തെ ചിന്ത ഈ വിദ്വാന്മാർക്ക് അറിയത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഹെറോദിന്റെ അകത്തെ ചിന്ത എന്നാ? അവര് പറഞ്ഞു, ഹെറോദ് എത്ര നല്ല മനുഷ്യനാണ്, അവൻ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ പോയി അറിയിച്ചു കഴിഞ്ഞാൽ അവരും പോയിട്ട് എന്ത് ചെയ്യും? ശിശുവിനെ കാണും, നമസ്കരിക്കും, ഞങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റും തരും. യെസ്. പക്ഷേ ഹല്ലേലൂയ, ഹെറോദിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിഞ്ഞ ദൈവം വിദ്വാന്മാരോട് പറയാം, നിന്റെ വിദ്യ കൊണ്ടൊന്നും ഒരുത്തന്റെ മനസ്സിനെ വായിക്കാൻ നിനക്ക് കഴിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, നേരെ വഴി മാറിപ്പോക്കണം, നിനക്ക് പോകേണ്ട വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ആലോചന പറഞ്ഞു തന്ന് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുൻപിൽ നീ കീഴ്പ്പെടുന്നുവെങ്കിൽ നിന്റെ പ്രാണനെ രക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. അവരവിടെ മസിൽ പിടിക്കാൻ നിന്നില്ല. അവരത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ശാശ്വതമായ മാർഗത്തിലേക്കാണ് ദൈവം അവരെ നടത്തുന്നതെന്ന് മനസ്സിലായപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഹെരോദാവിന്റെ ഗിഫ്റ്റ് വേണ്ട, ഹെരോദാവ് തരുന്ന അപ്രീഷിയേഷൻ ഞങ്ങൾക്ക് വേണ്ട. ആമേൻ. പ്രൈസ് ഗോഡ്. ആരാ വിളിച്ചിരിക്കുന്നേ? നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇത് രാജാവ് വിളിച്ചിരിക്കുന്നേ. ഒരു രാജാവൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോകാതിരിക്കുവോ? അതും ഒരു നല്ല കാര്യം പറയാനായിട്ടാണ് പോകുന്നത്, സഹായിക്കാനായിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞു തന്ന് നിന്നെ നടത്തുന്ന, നീ നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന, നിന്നെ ശാശ്വത മാർഗത്തിൽ നടത്തുന്ന, എത്തേണ്ട തീരത്ത് നിന്നെ എത്തിക്കുന്ന ഒരുവരുണ്ട്. നിനക്ക് വഴി തെറ്റുമ്പോൾ ആമേ സ്തോത്രം, നിന്റെ ചുമലിൽ തട്ടി നീ ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം എന്താണ്? ഇതാണ് വഴി, ഇതിലെ നടന്നുകൊള്ളുക. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ആമേൻ. തെറ്റായ വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ, അപകട വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ, ശാശ്വതമല്ലാത്ത വഴിയിൽ നമ്മൾ നടക്കുമ്പോൾ, അകത്തിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയും, നീ നടക്കേണ്ടുന്ന വഴി ഇതല്ല, നീ പോകേണ്ടുന്ന വഴി ഇതല്ല. ആ തീരുമാനത്തിന്, ആലോചനയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവം അവൻ ഒംനിഷ്യന്റ് ഗോഡ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അവൻ സർവജ്ഞാനിയായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമുക്ക് പ്രൈസ് ലോർഡ് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്പേഴ്സിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാവുന്ന സംഭവം എടുക്കണമെന്നില്ല. നമ്മളിപ്പോ ഒരു പാട്ട് പാടി, ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പൊസസീവ് ജോൺ ആരായിരുന്നു ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയും മിരിയാമായിരുന്നു. പ്രൈസ് ലോർഡ്. ആദ്യത്തെ സഹോദരിമാരുടെ ഇടയിൽ ഒരു വർഷിപ്പ് ലീഡറായിരുന്നു. ആര്? ആമേൻ. ഒരു നല്ല പ്രവാചകയായിരുന്നു, അഭിഷിക്തയായിരുന്നു. ആമേൻ. അപ്പോൾ ഒരിക്കൽ അതിന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സഹോദരനുമായിട്ട് രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം
അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ദൂരെ നിന്ന് നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവം, ശാശ്വതമായ മാർഗത്തിലേക്ക് നമ്മളെ നടത്തുന്ന ദൈവം. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയ്ക്കെതിരായിട്ട് ഇവര് രഹസ്യമായിട്ട് സംസാരിച്ചു. ഒന്നുമില്ല, സഹോദരനും ഒക്കെ ആയിട്ടിരുന്ന ഒരു സംശയം. ഈ മോശ ഇത്ര വലിയ ആളുകളൊക്കെയാണെന്നില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ സഹോദരന്മാർ ഞങ്ങള് കാര്യമൊക്കെ പറഞ്ഞാൽ എന്നെ ആരും പാസ്റ്റർ എന്നൊന്നല്ല വിളിക്കുന്നത്. എന്നെ ഞങ്ങള് പേര് വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ എടാ പോടാന്ന് വിളിക്കും. അപ്പോ ഒരു ദിവസം എൻ്റെ അനിയന്മാരിരുന്ന് പറയുക, ഇവരെന്നാ ഇത്ര വലിയ ആള് കളിക്കുന്നേ, ഇവരെ മാത്രമേ ദൈവം ആക്കിയിട്ടുള്ളൂ. ഒരു പാവം ഞാൻ പാടുന്ന പോലെ. അപ്പൊ എന്ത് സംഭവിക്കുക? അവര് ഭവനത്തിനകത്തിരുന്ന് പറഞ്ഞത് ദൈവം കേട്ടു. നമ്മൾ പറയുന്നത് ദൈവം കേൾക്കും. ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം. എന്റെ വീട്ടിലൊക്കെ ചിലപ്പോൾ പറയും, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില ശുശ്രൂഷകന്മാരൊക്കെ ഉണ്ടായിരിക്കും, ചില പ്രസംഗികന്മാരുണ്ടായിരിക്കും, ചില സംഘടനകൾ ഉണ്ടായിരിക്കും. ആ വിഷയമൊക്കെ നമ്മൾ വീട്ടിൽ സംസാരിക്കുമ്പോൾ ഞാൻ അധികം പറയും, ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. എന്റെ മക്കളോട് ഇരിപ്പുണ്ട്, എന്റെ ഭാര്യയോട് ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ വിമർശിക്കാൻ, അവരെ കുറ്റം വിധിക്കുവാൻ എനിക്ക് അധികാരം ദൈവം തന്നിട്ടില്ല. നമുക്കൊരു കാര്യം അറിയാമോ ദൈവമക്കളെ? നമ്മുടെ ഏറ്റവും അനുഗ്രഹം ചോർന്നു പോകുന്നതാണ്, നമ്മളെ ഏറ്റവും അധികം നശിപ്പിച്ചു കളയുന്നത്, നമ്മളെ ഏറ്റവും അധികം തകർത്ത് കളയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഭവനത്തിനകത്തെ സംസാരം. അൺവാണ്ടഡ് ആയിട്ടുള്ള കൃപയില്ലാത്ത സംസാരം നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടാവരുത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ നിന്റെ മക്കളോട് സംസാരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് സംസാരിക്കുമ്പോൾ, അവൻ നിങ്ങളെ മരുഭൂമിയിൽ നടത്തിയ വിഷയങ്ങളെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച് വേണം നീ സംസാരിക്കാൻ. വായിച്ചിട്ടുണ്ടോ? അത് നിന്റെ നെറ്റിയിൽ നീ എഴുതി ഒട്ടിക്കണം. നിന്റെ തലമുറകളോട് നീ അത് വിവരിക്കണം. പ്രൈസ് ഗോഡ്. നമ്മളത് ചെയ്യാറുണ്ടോ നമ്മുടെ ഭവനത്തിനകത്ത്? അമേ സ്തോത്രം. അങ്ങനെ നിങ്ങളൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു കുടുംബം ഉണ്ടാകത്തില്ല. യെസ്, ഞാൻ ചങ്കി തട്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങളോട് പറയുക, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ ദൈവത്തെ ഉയർത്തുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അവൻ നടത്തിയ വിധങ്ങളെ കുറിച്ച് ഭവനത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഈ പുൾപിറ്റിൽ അല്ല അത് ചെയ്യേണ്ടത്. ചെയ്യണമല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ പുൾപിറ്റിൽ മാത്രമല്ല അത് ചെയ്യേണ്ടത്. പ്രൈസ് ഗോഡ്. രണ്ട് ഭക്തന്മാർ, രണ്ട് ദൈവമക്കൾ, അവർ ഒരുമിച്ച് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ കുറിച്ച് സംസാരിക്കണം. മലാക്കിയുടെ പുസ്തകം ഹല്ലേലൂയ അതിന്റെ 16-18 വായിച്ചാട്ടെ. 16 മുതൽ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. ഹല്ലേലൂയ. ഞാൻ അവിടെ നിർത്തിയിട്ട്, ദൈവമക്കളെ, തന്റെ മക്കൾ തമ്മിൽ സംസാരിക്കണം കേട്ടോ. ആമേൻ. നല്ല കമ്മ്യൂണിക്കേഷൻ, ആത്മീയ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ, ഭക്തന്മാരുടെ കമ്മ്യൂണിക്കേഷൻ, ഹല്ലേലൂയ സ്തോത്രം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സംസാരിക്കാതിരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, തന്റെ ഭക്തന്മാർ സംസാരിക്കേണ്ടതുപോലെ 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്റെ ഗ്രാഫ് അങ്ങോട്ട് മുകളിലോട്ട് കയറും. യെസ്, 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ നിന്റെ ആവേശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധൈര്യം ഉണ്ടാകും. 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ആത്മീയ ഉണർവുണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ സംസാരം ഭക്തന്റെ സംസാരമായിരിക്കണം. ഒരു ഭക്തൻ സംസാരിക്കുന്നത് പോലെ, ഒരു ഭക്ത സംസാരിക്കുന്നത് പോലെ, ഒരു ദൈവ പൈതൽ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുമ്പോൾ നിന്റെ സംസാരത്തെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പറയും ഹല്ലേലൂയ,
ഞാൻ സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, കർത്താവ് കേൾക്കുന്നുണ്ട്. നല്ലത് പറഞ്ഞാലും കേൾക്കും, ഭക്തർ സംസാരിക്കുന്നവരെ സംസാരിച്ചാലും കേൾക്കും, ജഡികൾ സംസാരിക്കുന്നവരെ സംസാരിച്ചാലും ദൈവം കേൾക്കും. പ്രൈസ് ഗോഡ്. അതായിട്ട് വായിച്ച സിസ്റ്റർ, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. എങ്ങനെയാ? കെയർലെസ് ആയിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് കേട്ടെന്നല്ല. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒരു വീടിന്റെ സൈഡിൽ കൂടെ പോവുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെയൊക്കെ താമസിക്കുക, ചുറ്റും നിങ്ങൾ ദൈവമക്കളാണ് പാർക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു 2 പ്രാവശ്യം സാലുവിന പാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുന്നത് കേട്ടാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ളൂ. ലിൻഡ എന്ന് പറഞ്ഞാൽ ലിൻഡ എന്നെ പറ്റി എന്താ പറയുന്നത്? ഭക്തൻ നമ്മൾ സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. ദൈവം ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങോട്ടൊരു ചായ്വ് തോന്നും അവിടെ പറയുന്നത് കേൾക്കുമ്പോൾ. എടാ, ഞാനില്ലാത്തപ്പോഴും ആരാധനയിലെ ചർച്ചിലല്ലാത്തപ്പോഴും ഇവര് പറയുന്നത് ആരുടെ കാര്യ? എന്റെ കാര്യം ചെയ്യുന്നേ, എന്റെ കാര്യം ഇവിടെ സംസാരിക്കുന്നേ. അത് കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കും. ആമേൻ. അവൻ ശ്രദ്ധ വെച്ച് കേൾക്കും. ആമേൻ. അത് താഴ്ത്തു വായിച്ചത്, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി. ഓ, അവന്റെ നാമത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നാമത്തെ ഓർക്കുക. ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം നമ്മൾ ദൈവത്തെ ഓർക്കാറുണ്ട്, ദൈവത്തെ സ്മരിക്കാറുണ്ട്. ബാക്കി സകല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിനകത്ത് സന്തോഷം ഉണ്ടാകും, നിങ്ങളുടെ ഭവനത്തിനകത്ത് നന്മകളും അനുഗ്രഹങ്ങളും ഇറങ്ങി വരും. നിങ്ങൾ ചിന്തിക്കാത്ത നിലവാരങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. പ്രൈസ് ഗോഡ്. വായിച്ചോ സിസ്റ്റർ. ഇവിടെ എഴുതി വെച്ചിരിക്കുക. കഴിഞ്ഞ ആഴ്ചയും ഒരു പുസ്തകത്തെ പറ്റി വായിച്ചായിരുന്നു. അതെന്നെ പുസ്തകമായിരുന്നു? ജീവന്റെ പുസ്തകം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു പുസ്തകത്തെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് 16-ാമത്തെ വാക്യത്തിൽ. അപ്പൊ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ സംസാരിച്ച കാര്യം നമ്മൾ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ടല്ലേ അന്ന് അവിടെ എന്നാ നടന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. നമ്മൾ പറഞ്ഞ സകല കാര്യങ്ങളും, ഭക്തന്മാര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആ പുസ്തകത്തിൽ എന്ത് ചെയ്യും? എഴുതി വെച്ചിരിക്കുന്നു. ഒരു കാര്യം ഡേറ്റും സമയമൊക്കെ വെച്ച് എഴുതി വെച്ചാൽ പിന്നെ ആർക്കെങ്കിലും അത് നിരസിക്കാനായിട്ട് പറ്റുമോ? പറഞ്ഞിരിക്കുക, നിങ്ങൾ സംസാരിച്ചത് എഴുതി വെച്ചിരിക്കുന്ന പ്രൂഫാ. ഇന്ന ദിവസം, ഇന്ന സ്ഥലത്ത്, ഇന്ന സമയത്ത്, ആമേൻ സ്തോത്രം, ഇന്ന കാര്യങ്ങൾ സംസാരിച്ചു എഴുതി വെച്ചിരിക്കുക. എടുത്ത് കാണിക്കും. ഇപ്പൊ പണ്ടൊക്കെ വണ്ടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോടതിയിൽ പോയിട്ട് എന്തൊക്കെ പറഞ്ഞ് വാദിക്കായിരുന്നു. ഇപ്പൊ ഒരു രക്ഷയില്ല. മൊത്തം വണ്ടി ക്രോസ് ജമ്പ് ചെയ്താൽ, സിഗ്നൽ ക്രോസ് ചെയ്താൽ കറക്റ്റ് ഫോട്ടോ അടക്കം, ടൈം അടക്കം, സെക്കൻഡ് അടക്കം വരും. നോ എൻട്രി കയറിയാലും വരും. ഓവർ സ്പീഡ് പോയാലും പറയും നമ്മളെ പിടിക്കും. ഒരു ദിവസം പിടിക്കും. ഞാൻ പറയില്ല സാറേ അത്രയൊന്നും കൂടിയിട്ടൊന്നും ഇല്ലെന്ന്. അപ്പൊ എന്നെ കാണിച്ചു തന്നു 120. നമുക്ക് 100 വരെ കയറിയതിന് ഞാൻ ഇങ്ങനെയും വിട്ടാണ്. ഇത് 120 ഒത്തിരി കയറി പോയി കാണിച്ചു തന്നു. പിന്നെ ഒന്നും ഒരു രക്ഷയില്ല. പിടിച്ചു, ഫൈനടച്ചു. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, സംസാരിക്കുന്ന വാക്കുകളാ. നമ്മൾ ദൈവം മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ വാക്കുകളെ പിശാചും കേട്ടോണ്ടിരിക്കുക. അവനിപ്പോ നമ്മളെല്ലാം സന്തോഷിപ്പിച്ച് പറഞ്ഞിട്ട് അടുത്തൊരു പോയിന്റിൽ എടുത്ത് അതേ വാക്ക് കൊണ്ടുവരും. എടാ, നീ പാസ്റ്ററായിട്ടും, നീ പാസ്റ്ററുടെ മക്കളായിട്ടും, എടോ നീ പറഞ്ഞതാ, നീ കാണിച്ചതായത് ഫോട്ടോ പാകപ്പാടെ എല്ലാം പ്രശ്നമാകും.
ദൈവം ഇതൊക്കെ കാണിക്കാതിരിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഇത്രയും ആരാധനയൊക്കെ എല്ലാവരും വരാൻ വേണ്ടിയൊക്കെയാണ്. ഇതൊക്കെ അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. തന്റെ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഹല്ലേലൂയ. വായിച്ചോ മക്കളെ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഭക്തന്മാർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അവരൊരു ട്രഷറായിരിക്കും എനിക്ക്. ഹല്ലേലൂയ. വായിച്ചു കേട്ടോ. യെസ്, വായിച്ചു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ, അല്ലേ? യെസ്, ഞാൻ അവനെ ആദരിക്കും. ഭക്തന്മാരെ പോലെ സംസാരിക്കുന്നവരെ, ഭക്തനായിരിക്കുന്നവരെ, നിന്റെ വാക്ക് കേട്ടിട്ട്, നിന്റെ സംസാരം കേട്ടിട്ട് ഒരപ്പൻ തന്റെ മക്കളെ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പൈതലിനെ ഒരു മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. Praise God. വായിച്ചാണ് തോന്നുന്നത്. Praise the Lord. Hallelujah. നിന്നിലൂടെ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിന്റെ ദേശത്ത്, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ, നിന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ ഇടയിൽ, നിന്നെ പരിഹസിച്ചവരുടെ ഇടയിൽ, നിന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ ഇടയിൽ ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അവൻ കാണിച്ചു കൊടുക്കും. നമ്മൾ പറയാറുണ്ട്, അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിലൂടെയാണ് വരുന്നത്. Praise God. Amen. എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹിതനൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ബിജുച്ചായ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് വെച്ചാൽ പ്രായം കൂടുതലുണ്ടാവും. എനിക്ക് അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് കൂടി വായിച്ചാൽ നോക്കിയിട്ട് ഒരു സമയമായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ചോദിച്ചേ? അവർ ഇല്ല, സമയമായി, നമുക്ക് സംസാരം നിർത്താന്ന് പറഞ്ഞു. ചുമ്മാ എന്തൊക്കെ സംസാരിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പിന്നീട് ഒരു ദിവസം ചോദിച്ചു പറഞ്ഞു, നമ്മള് പറഞ്ഞത് ചിലപ്പോൾ നമുക്കൊരു ഓവർ സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ തോന്നിയാലും അദ്ദേഹം പറഞ്ഞത് കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളൊരു 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാതെ നമ്മൾ 1 മണിക്കൂർ സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾക്ക് സംസാരം കൂടുതലും പ്രാർത്ഥന കുറവും. നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെയെന്നറിയാമോ? നമ്മുടെ പ്രത്യേകിച്ച് കോളേജിലും ജോലി സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. എന്നാൽ ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഹല്ലേലൂയ, അവരുടെ ക്ലാസ് റൂമുകളിലെ, അവരുടെ ജോലി സ്ഥലങ്ങളിലെ കൃപ നഷ്ടപ്പെട്ട സംസാരമാണ് അവരുടെ ആത്മീയ ജീവിതം നശിപ്പിച്ചു കളയുന്നത്. ദൈവദാസന്മാരുടെ ശുശ്രൂഷയെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ടോക്ക്. ദൈവവൃത്തിമാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ എന്നെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? കൃപയില്ലാത്ത, ദൈവം അനുവദിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. വിജയം പറഞ്ഞതുപോലെ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര നല്ല രസമുള്ള തമാശയാണെങ്കിലും, എത്ര നല്ല രസമുള്ള ഒരു കമ്പാനിയൻ ആണെങ്കിലും അവിടെ നിർത്തിക്കൊള്ളണം. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി പോകരുത്. ഞാൻ ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ ഹോസ്റ്റലിലെ ലാംഗ്വേജ് എങ്ങനെയാ? അവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാ? Is it correct? Yes or no? അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്ന രീതികൾ, വാക്കുകൾ എന്താ? ഞാൻ കഴിഞ്ഞ 10-20 വർഷം ഉണ്ടായിരുന്നതുകൊണ്ടാണ്, ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നഷ്ടപ്പെട്ടു പോവുക. അത്
പറയുന്ന വാക്ക് തെറ്റാണ്. ആ പദങ്ങൾ എന്റെ വായിലെടുക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. To please others. അവർ 10 പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു പദം, നിഘണ്ടുവിലില്ലാത്ത പദം, ഹല്ലേലൂയ. നിന്റെ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാവാണ്. ആ നാവ്, ഹല്ലേലൂയ, ആർക്കെതിരെയും നീ ഉയർത്തരുത്. അശ്ലീലമായ കാര്യങ്ങൾ, പദങ്ങൾ പറയുവാനായിട്ട് നീ ഉപയോഗിക്കരുത്. യെസ്, ഹല്ലേലൂയ. ഒറ്റ വാക്ക് മതി നിന്റെ വാക്തത്വങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുവാൻ. പിന്നെ ഒന്നിൽ നിന്ന് നമ്മൾ പണിത് തുടങ്ങേണ്ടതായിട്ട് വരും. ഒന്നിൽ നിന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സമയം മുന്നോട്ട് കടന്നു പോയല്ലോ. യെരമ്യയുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-10 വായിച്ചു. പെട്ടെന്ന് വായിച്ചാൽ മതി. Yes, yeah. മതി. ഹല്ലേലൂയ. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുക, നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആർക്കും പിടികൊടുക്കത്തില്ല. ഒരാൾക്കും അതിനെ വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ, ആമേൻ, നമ്മൾ പടുത്തുയർത്തിക്കൊണ്ട് വന്ന നമ്മുടെ ആത്മീയ ജീവിതം, ആമേൻ, സ്തോത്രം, കൈയെത്തുന്ന ദൂരത്തിലെത്തിയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ഒരു പടക്കപ്പുരയ്ക്ക് ഒരു തീപ്പെട്ടിയുടെ കമ്പുരയ്ക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി കത്തി നശിക്കുന്നത് പോലെ കയ്യിൽ കിട്ടിയ പല വാഗ്ദത്തങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് പിശാച് കളഞ്ഞത് ഒരൊറ്റ വാക്കുകൊണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരസ്യ ജീവിതം വിട്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. The secret life, the unseen life, life behind the curtain. Right now, the Spirit of God is insisting you to take a curtain right decision. അനുഗ്രഹം വരുന്നത് നാവിലൂടെയാണ്, അനുഗ്രഹം നഷ്ടപ്പെടുന്നത് നാവിലൂടെയാണ്. ശാപവാക്കുകൾ, തകർക്കുന്ന വാക്കുകൾ, ഇല്ലായ്മ ചെയ്യുന്ന വാക്കുകൾ, അശ്ലീലത്തിന്റെ വാക്കുകൾ, ചിന്തകൾ എന്റെ ഹൃദയത്തിനകത്ത് വേണ്ട. നീ അറിയാതെ എന്റെ വായിൽ ഒരു വാക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നാ പറഞ്ഞാൽ നീ അറിഞ്ഞ. നീ പറയുന്ന വാക്കുകളാണ് പിശാചെടുത്ത് ഉയർത്തി നിനക്കെതിരായിട്ട് വരുന്നത്. നമ്മുടെ ലാംഗ്വേജ് നമുക്കൊന്ന് മാറ്റാം. യെസ്, നമ്മുടെ ചിന്തകൾ നമുക്കൊന്ന് മാറ്റാം. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എനിക്കൊരു നിർമ്മലമായ ഹൃദയം തരണേ കർത്താവേ. എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണേ കർത്താവേ. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. എന്റെ കാപട്യം പിടിച്ച ഹൃദയത്തെ ഉള്ളതുപോലെ കർത്താവേ നീ അറിയുന്നു. നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കറ പറ്റിയ ഒരു തുണി പോലെ ആയിരിക്കണം. അതിനെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ അത് യേശുവാണ്. അതിന് ഒരേ ഒരു ഡിറ്റർജന്റ് ഇന്ന് ലോകത്തിലെവിടെയും കണ്ടുപിടിച്ചൊരു കെമിക്കലല്ല. എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ആ ക്രൂശിലെ രക്തമാണ്. ആ രക്തത്തിന്റെ ഒരു സ്പർശനം എൻ്റെ മേൽ കടന്നു വന്നു കഴിയുമ്പോൾ നിന്റെ അശുദ്ധിയെല്ലാം ചാരമായി മാറും. ഓ കർത്താവേ,
നിന്റെ അഗ്നി എന്നിൽ കത്തിക്കണമേ. എന്റെ അശുദ്ധി എല്ലാം അവിടുന്ന് ചാരമാക്കി മാറ്റണമേ. Let me a new creation sight of you, Lord. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി അവിടുന്ന് മാറ്റണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യത്തിനായിട്ടുള്ള